ഞാൻ നിൽക്കുന്നത് NH-66 മലപ്പുറം ജില്ലയിൽ NH-66 നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുറ്റിപ്പുറം ഭാഗത്താണ്. ഇവിടെ ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്തിന് മറുവശത്തു കൂടെയാണ് ഇനി നിർമ്മിക്കാൻ ഇരിക്കുന്നത്. അതായത് 3 വരിപ്പാത ഇവിടെ വരും, 3 വരിപ്പാത അവിടെ വരും. ഇവിടെ വലിയ ഒരു കല്ലിന്റെ വലിയൊരു കൂട്ടൊരു ചെറിയ കുന്നുപോലെ ഉണ്ടായിരുന്നു. അത് മാറ്റിയിട്ടാണ് ഇവിടെ റോഡ് നിർമ്മിക്കുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റും ഒരു മലയുടെ ഭാഗം വെട്ടിമുറിച്ച് നിർത്തിയ അവസ്ഥയിലാണുള്ളത്. അവിടെ കോൺക്രീറ്റ് കൊണ്ട് അവർ ഇത് സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ട നടപടിയെല്ലാം സ്വീകരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പ്രാഥമികമായിട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. പക്ഷേ പലയിടത്തും സിമന്റ് ഇളകി പോന്നിട്ടുണ്ട്. മുകളിലെ വീടുകൾക്ക് വലിയ ഭീഷണിയുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു മണ്ണ് ഇവിടെ നീക്കം ചെയ്ത് മറുവശത്ത് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഒരു വശത്ത് മുഴുവൻ ചെങ്കുത്തായ രീതിയിലുള്ള ഇടമായിരിക്കും. അതായത് മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഇടമായിട്ടാണ് ഇത് മാറുക. ഇതിന്റെ നിർമ്മാണം ഇപ്പോൾ ഈ ആദ്യഘട്ടത്തിലാണ്. നമുക്കതിന്റെ പൂർത്തീകരണമായിട്ടില്ല. അതുകൊണ്ട് ഒരുപക്ഷെ ഈ സുരക്ഷാ സംവിധാനങ്ങളും അല്ലെങ്കിൽ സുരക്ഷാ ഭിത്തിയുമൊക്കെ കുറെ കൂടി നന്നായിട്ട് നിർമ്മിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഇപ്പോൾ നിലവിലെ കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത് ഇപ്രകാരമാണ്. ഒരു കുന്നിന്റെ വശം മുഴുവൻ ചെത്തി നിർത്തിയ പോലെയാണ് ഈ ഭാഗത്തുള്ള റോഡിന്റെ നിർമ്മാണം. ഇതിന്റെ ദുരന്തം അല്ലെങ്കിൽ ഇതുമൂലം ദുരിതത്തിലായിരിക്കുന്നത് ഇതിന്റെ മുകളിൽ താമസിക്കുന്ന വീട്ടുകാരാണ്. ആ വീടുകൾക്കൊക്കെ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. അവർ ആ പരാതിയെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ നമ്മോട് ഇപ്പോൾ പങ്കുവെക്കുകയും ചെയ്യും. നമ്മൾ നേരത്തെ കണ്ട ബംഗ്ലാംകുന്നിന് മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ദേശീയപാത കടന്നു പോകുന്നത് കാണാം. ഇതാ ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ആ കുന്ന് ചെരിച്ചു വെട്ടിയ ഇടത്താണ്. ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പലയിടത്തും കോൺക്രീറ്റ് ഇളകിപ്പോരുന്നുണ്ട്. ഇത് എന്ത് സുരക്ഷയാണ് ഇത് നൽകുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. താമസിച്ചിരുന്ന എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം ഇവിടെ ഈ വീടുകളിലൊക്കെ ഈ റോഡിന്റെ നിർമ്മാണം തുടങ്ങിയതിന് ശേഷം വലിയ വിള്ളലുകളാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സുരക്ഷിതമായി കഴിയാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ എല്ലാ വീടുകളിലെ 6 വീടുകളിലെ ആളുകൾ വാടകയ്ക്ക് താമസിക്കുകയാണ്. നമ്മളിപ്പോൾ കാണുന്നത് ഈ ഒരു ഈ റോഡ് നിർമ്മാണത്തിന് ശേഷം ഈ മേഖലയിലുണ്ടായ മാറ്റങ്ങളാണ്. ഇതൊക്കെ ഈ ഒരു വലിയ വിള്ളലുകൾ ഉണ്ടായതിനെ തുടർന്ന് ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വീടിൻ്റെയൊക്കെ അവസ്ഥ നേരിട്ട് കാണാം. അവിടെ ആ വീടിൻ്റെ ചുമരൊക്കെ വലിയ തോതിൽ ഇതാ വിണ്ട് കിടക്കുകയാണ്. ഇത് ഈ വീടിനെ മാത്രമല്ല പരിസരത്തുള്ള വീടുകളിലൊക്കെ അവസ്ഥ ഇതുപോലെയാണ്. ഇത്രമാത്രം വലിയ വിള്ളലുകളാണ്. ഇവിടെ ഈ സിമന്റ് പ്ലാസ്റ്റർ ചെയ്ത് മുഴുവൻ അടർന്നു പോകുന്ന ഒരവസ്ഥ. ഇവിടെ താഴെ കാണാം നമുക്ക് ഈ ഇത്രയും വലിയ കോൺക്രീറ്റ് ചെയ്ത സ്ഥലം തന്നെ വിണ്ട് കീറിയ അവസ്ഥ. അത്തരത്തിൽ ആർക്കും താമസിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് ഇവിടുത്തെ ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ സാഹചര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. നമ്മളൊപ്പം ഇവിടുത്തുകാരെ ചേരുകയാണ്. നിങ്ങളൊക്കെ ഇവിടെ തന്നെ ഉള്ളവരല്ലേ? എന്താണ് ഇപ്പോൾ ഈ റോഡിന്റെ നിർമ്മാണം തുടങ്ങിയതിന് ശേഷം നിങ്ങളൊക്കെ വീടിന്റെ അവസ്ഥ നമ്മൾ കാണുന്നുണ്ടല്ല? ഇപ്പോൾ ഇവര് താൽക്കാലികമായിട്ട് ഒരു സിമെന്റ് ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ അതിലൊന്നും കാര്യമില്ല. എന്താ വെച്ചാൽ ഇത് വിള്ളൽ പിന്നെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷം അങ്ങോട്ട് നിലത്ത് പോവാം. അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് അന്ന്. ഇപ്പോൾ അവർ തൽക്കാലം എന്താ വെച്ചാൽ ഞങ്ങൾ 4 മാസത്തേക്ക് തൽക്കാലം ഇവിടുന്ന് വാടകയ്ക്ക് മാറ്റിക്കുകയാണ്. ആ വാടക പൈസ മാത്രം തന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. ഞങ്ങളിപ്പോൾ ഈ 4 മാസത്തിൽ 4 പ്രാവശ്യം ഞങ്ങൾ കളക്ടർ ഓഫീസിൽ പോയി കളക്ടറെ കണ്ടു സംസാരിച്ച് പോകുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ 18-ാം തീയതി ഇവിടെ വന്നിട്ട് നോക്കാം, അതിനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കളക്ടറും വന്ന് നോക്കിയിട്ടില്ല. ഇതിനു മുമ്പ് ഒരുപാട് ചാനലുകളും കാര്യങ്ങളും ഒക്കെ വന്നു. എന്തെങ്കിലും ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ ഇവരൊക്കെ തിരിഞ്ഞു നോക്കുള്ളൂ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇത് മൊത്തം ഇടിഞ്ഞു വീഴുന്നൊരു പേടി നിൽക്കുന്നുണ്ടോ? പിന്നെ തീർച്ചയായും ഇത് ഇവിടെ മണ്ണ് ടെസ്റ്റ് ചെയ്യാൻ ഒരാൾ വന്നിരുന്നു. മധുരയിൽ നിന്ന് ഇവരെ കൊടുത്തിരുന്നു. KNRSന്റെ ഒരു ടീം മണ്ണ് ടെസ്റ്റ് ചെയ്യാൻ മധുരയിൽ നിന്ന് ആള് പറഞ്ഞ വീഡിയോസ് ഞങ്ങളെടുത്തിട്ടുണ്ട്. ആള് പറഞ്ഞ ഡയലോഗ് എന്താ വെച്ചാൽ ഇവിടെ ഞങ്ങൾക്ക് നിന്ന് വർക്ക് ചെയ്യാൻ പേടിയാണ്, ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റില്ല, അങ്ങനത്തെ സാഹചര്യമാണ് എന്ന് പറഞ്ഞിട്ട് അവര് ഒഴിവായി പോവുക ചെയ്തത്. ഈ ഇതിന് താഴെ നിറച്ച വെള്ളമാണല്ലേ? അതായത് വെള്ളമാണ്. ഇത് താഴെ നിറച്ച വെള്ളമാണ്. ഇത് മണ്ണെടുത്ത് മാറ്റുമ്പോൾ ഇത് അതിനെപ്പറ്റി വെള്ളത്തിനെ പറ്റി അറിയാൻ പറ്റുള്ളൂ. പിന്നെ മണ്ണ് ഉറപ്പുണ്ടാവില്ല, കാരണം ചൂടി മണ്ണാണ് ഇതിനടിക്ക്. ഇപ്പോൾ ഈ കച്ചവടത്തോളം കാര്യങ്ങളൊക്കെ ഇത് ചൂടി മണ്ണായിട്ടാണ് കാണുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വണ്ടികളൊക്കെ പോകുമ്പോഴാണ് ഇത് ചെറുക്കിങ്ങനെ പുതിയ പൊട്ടുകളൊക്കെ കാണിച്ചു തന്നില്ല. അങ്ങനെയൊക്കെ പൊട്ടുപോതെ വരുന്നുണ്ട്.
ഇപ്പൊ റോഡിന് വേണ്ടി താഴത്തെ ബാക്കിയുള്ള മണ്ണും പാറയും കൂടി നീക്കി കഴിഞ്ഞാല് അതിന്റെ അത് സാധ്യത കൂടും. അപ്പൊ എന്താ വെച്ചാൽ അപ്പൊ ഒന്നാകെ നിരങ്ങും. അതന്നെ ഉണ്ടാവുക. അതപ്പോ അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ തന്നെ വലിയ 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 ടാങ്കിലൊക്കെ പോകുമ്പോൾ കുൽക്കുണ്ട്. ഇതാണ് ശരി. ഇവിടെ ഈ മണ്ണ് ഈ ഒരു കുന്ന് ശരിക്കും ചെരിച്ച് വെട്ടിക്കളഞ്ഞതാണ് ഈ ഒരു അശാസ്ത്രീയമായിട്ടുള്ളതിന്റെ പ്രശ്നം അല്ലേ? ഇതിന്റെ മുന്നത്തെ ആദ്യം ചെരിച്ചിട്ടാണ് കട്ട് ചെയ്തിരുന്നത്. ഇപ്പൊ അവർ കുത്തനെയാണ് ഇതാക്കിയിട്ടുള്ളത്. പക്ഷെ ഇത് താങ്ങാനുള്ള ശേഷിയില്ല. ഇപ്പൊ അവർ 1000 ലോഡോളം മണ്ണ് കൊടുത്തിട്ട് കൂട്ടിക്കുകയാണ്. അപ്പൊ ആ മണ്ണ് എടുത്തു കഴിഞ്ഞാൽ ഏത് നിമിഷത്തിൽ നിന്ന് ഇറങ്ങി പോകും. അപ്പൊ അവരെന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ സർവീസ് റോഡ് ഈ മണ്ണിട്ട മേലെ കൂടെ കൊണ്ടുപോകാനുള്ള പരിപാടിയിലാണ് ഇപ്പൊ ഇതാക്കുന്നത്. ഈ കുത്തനേത് കുന്ന് മുറിച്ചതോടെ വെള്ളം ഒഴുകി പോകാൻ പറ്റാതെ ഉണ്ടാവും. അതെ അതെ അതെ. ഇതിന്റെ ഞങ്ങളൊക്കെ ഇവിടുത്തെ മേലത്തെ കിണറിന്റെ അടിഭാഗം എത്തിക്കണം ഇപ്പൊ അവിടെ താഴത്ത്. അപ്പൊ ആ മണ്ണെടുത്ത് നോക്കി ഞങ്ങൾക്ക് കാണാം. നിങ്ങൾ വരുന്ന വഴിക്ക് കാണാം അവിടെ ഒരു വെള്ളം നിൽക്കണതൊക്കെ. ഞങ്ങൾ സമയത്തൊക്കെ താഴത്തു നിന്നാണ് വെള്ളം കൊണ്ടുവന്നിരുന്നുണ്ട്. അപ്പൊ അത് താങ്ങാനുള്ള ഇതില്ല. ഇപ്പൊ ഒരു മണൽത്തരിന്റെ അവിടേക്ക് എത്തിക്കണം ഇപ്പൊ ആ മണ്ണ്. അപ്പൊ അവരത് ചെക്ക് ചെയ്യാതെയാണ് ആ മണ്ണ് എടുത്തിട്ടുള്ളത്. നിങ്ങളൊക്കെ ഒരുപാട് പ്രതീക്ഷയോടെയാണല്ലോ ഈ വീടുകളൊക്കെ നിർമ്മിച്ചത് അല്ലേ? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഇപ്പോഴത്തെ അവസ്ഥ അവർ വന്ന് നോക്കുന്നുണ്ട്. അവർ വന്ന് നോക്കുമ്പോൾ അവർ പറയണ അവർ മാർക്ക് ചെയ്ത സ്ഥലത്ത് മാത്രമേ അവർ നോക്കണുള്ളൂ. എത്രത്തോളം വിളിച്ചുണ്ട് എന്നുള്ളത് അവർ മാർക്ക് ചെയ്ത് കൊടുത്ത് മാത്രം. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ വിണ്ടത് കാണിച്ചു കൊടുക്കുമ്പോൾ അവർ പറയണത് ഞങ്ങൾക്ക് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഇവിടെ മാത്രമാണ് ഞങ്ങളോട് നോക്കാൻ പറഞ്ഞിരിക്കണെന്നാണ് അവർ പറയുന്നത്. ഒരുപാട് സിമെന്റ് ഇട്ടുണ്ടാവൂലേ? സിമെന്റ് ഒരുപാട് ഇട്ടിക്കണ്. ഇവിടെ ഈ മുറ്റത്ത് സിമെന്റ് ഇട്ടപ്പോ അവിടുത്തെ കിണറ്റിലാണ് അത് പൊന്തിയത്. അത്രയും അടിയിലോട്ട് അത്ര ഉണ്ട്. ഇതിനൊരു തീരുമാനം എത്രയും പെട്ടെന്ന് നിങ്ങൾ എടുക്കണം. എന്തുകൊണ്ട് വെച്ചാൽ ഇതേമാതിരി 3-4 ചാനലേര് വന്നിട്ട് ഞങ്ങളെ കൊണ്ടൊക്കെ പറയിപ്പിക്കുകയൊക്കെ ചെയ്ത് ഇതിനൊരു തീരുമാനമായില്ല. ഇലക്ഷന്റെ മുന്നേ എല്ലാവരും വന്നിരുന്നു. എല്ലാവരും തീരുമാനം ചെയ്തു തരാൻ ഇതുവരെ ഞങ്ങൾക്കൊരു തീരുമാനം കിട്ടിയിട്ടില്ല. കലക്ടറെ അടുത്ത് ഞങ്ങൾ 4 പ്രാവശ്യം പോയി. കഴിഞ്ഞ മാസം 18-ാം തീയതി NHA മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വരാന്ന് പറഞ്ഞു. ഇത് ഈ നിമിഷം വരെ വന്നു നോക്കിയിട്ടില്ല. പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുക? എന്താണ് മെമ്പർ ഇവരുടെ അവസ്ഥ? ഇവരെ അവസ്ഥ നമ്മൾ പഞ്ചായത്തിലേക്ക് ഇവർ പരാതിയായിട്ട് വരുന്നുണ്ട്. അതുപ്രകാരം ഞാനും ഒരു പരാതി കൊടുത്തിട്ട് ബോർഡ് തീരുമാനം കൊടുത്ത് നമ്മൾ ഇതിൻ്റേതായിട്ടുള്ള പ്രൊജക്ട് ഡയറക്ടർക്ക്, കലക്ടർക്ക്, പിന്നെ MLAക്ക്, MP ക്ക് അങ്ങനെ അവർക്കൊക്കെ നിവേദനമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് പരാതിയായിട്ട് പോയിട്ടുണ്ട്. MP പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവർ നേരിട്ട് കണ്ട് സംസാരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് നല്ലൊരു തീരുമാനം പരിഗണിക്കാന്ന് പറഞ്ഞത്. കുറേ കാര്യങ്ങളായിട്ടാണ് MP ഇവരെ നേരിട്ട് കണ്ടിട്ടുള്ളത്. പരിഗണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കലക്ടർ പറഞ്ഞ ഇന്ന് വരെ കലക്ടർ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നാണ്. ഒരു ഇന്ന് വരും നാളെ വരും ചേച്ചി ഇവരും കാത്തിരിക്കുകയാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം കാണും. കാരണം ഇവർ 2 വർഷത്തോളമായിട്ടുള്ള ഇന്നത്തെ 3 വീട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് 6 വീടുകളാണ് മൊത്തം നാശനഷ്ടം സംഭവിച്ചിട്ടുള്ളത്. ഇതിനെന്തായാലും ഒന്നില്ലെങ്കിൽ ഇവര് ഈ ഭൂമി ഏറ്റെടുക്കണം. അല്ലാതെ ഇനി ഇവിടെ ഒരു വീട് വെക്കാൻ പറ്റൂല. ഭൂമി ഏറ്റെടുത്ത് വീട് ഏറ്റെടുത്ത് അതിനുള്ള നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട്. വീടിന് അപ്പുറത്തായിട്ട് ഈ ഒരു റോഡ് കൂടി വരുമ്പോൾ ഇവിടെ ആൾതാമസം ഉണ്ടായാലില്ലെങ്കിലും ഈ സ്ഥലം എത്രമാത്രം ഇടിഞ്ഞു വീഴാൻ സാധ്യത ഉള്ളതാണ്. ഈ റോഡിന് ഭീഷണിയാവുന്ന സാഹചര്യം ഇല്ലത്. പിന്നെ ഭീഷണിയാണല്ലോ. അടിയിൽ മണ്ണ് ചകിടി മണ്ണായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇവര് അടി ഇങ്ങോട്ട് മാന്തി എടുത്തിട്ട് ഈ ഡ്രില്ലർ കൊണ്ട് അടിച്ചപ്പോഴാണ് ഇവരെ കിണറ്റിക്കാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. കുഴൽക്കിണറാണ് ഫസ്റ്റ് നശിച്ചത്. അതുമായി പരാതിയായിട്ട് അലവിയാക്ക നമ്മളെ പഞ്ചായത്തിൽ വന്ന് അതിന് നടപടി എടുക്കണമെന്നും പറഞ്ഞിട്ട് അതിന് എന്താ ചില്ലറ പൈസ പഞ്ചായത്ത് ഇടപെട്ട് അതിന്റെ പ്രൊജക്ട് ഡയറക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ 20,000 തരുന്നു. 20,000 നമുക്ക് 1 ലക്ഷത്തോളം വന്ന് ഈ കിണറിനെ. അപ്പോൾ 20,000 തരും. അതുകൊണ്ട് എന്താവാനാ പിന്നീട് വീടുമ്മയ്ക്ക് ഫസ്റ്റ് വീട് ബരത വന്നിട്ടുള്ളത്. അങ്ങനെ മൊത്തം ചെറിയൊരു വിള്ളൽ വന്ന് ആ ചെറിയ വിള്ളൽ 4-5 ദിവസം ആയപ്പോഴത്തേനും മൊത്തം വീണ്ട് എല്ലാമയ്ക്കും ബാധിച്ച് ഈ വീട് മൊത്തം ഒരു തുടക്കം തന്നെ ഉണ്ടായി. മേഖലയുടെ ഈ ഘടന മാറിയപ്പോ അത് എല്ലാ വീടുകളെയും ബാധിച്ചു. എല്ലാ വീടുകളെയും ബാധിച്ചു. എന്തായാലും ഇവർക്ക് അതിന് അടിത്തട്ട് നിങ്ങൾ പറയണത് പോലെ ഒരു മണ്ണാണ്, പാറല്ല. ഇതിന്റെ ഇവിടുന്ന് കുറച്ച് ഭാഗേ പാറയുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് വെറും ചൂടി മണ്ണാണ്. അത് ഇവിടെ ഈ മണ്ണ് എടുക്കുമ്പോൾ തന്നെ അവിടെ ഒരു വെള്ളം വരുന്നുണ്ട്. പഴയ റോഡിൽ തന്നെ മണ്ണ് എടുത്തപ്പോൾ വെള്ളമാണ് അവിടെയാണ് ഇപ്പൊ ഇവർ ഇതിലൊന്നും നോക്കാതെയാണ് അവർ ഇതോടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതെ. ഇതിന്റെ അത്
ഇപ്പോൾ നിങ്ങളെ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ കളക്ടറും MP എല്ലാവരും ഈ വിഷയത്തിൽ ഇടപെടാമെന്ന് പറയുന്നതല്ലാതെ ഇടപെടുന്നില്ല. എന്താണ് നിങ്ങൾ അടുത്തൊരു ഘട്ടത്തിലുള്ള നിങ്ങളുടെ ആലോചന? എന്താ ചെയ്യേണ്ടതെന്നുള്ളതിലാണ്. എന്താ ചെയ്യേണ്ടത്, ആരെടുത്താ പോയി കാണേണ്ടെന്ന് ഒരു ഐഡിയ ഇല്ലാതെ 6 വീട്ടുകാർ 6 തരത്തിലാണ് താമസിക്കുന്നത്. കുട്ടികളെ പഠിത്തമൊക്കെ കല്ലത്തായി കൊടുക്കുക. ഞങ്ങൾക്ക് ഇവിടുന്ന് മദ്രസ സ്കൂളൊക്കെ തൊട്ടടുത്താണ്. ഞങ്ങളെ കയ്യിൽ നിന്ന് പൈസ ചെലവാക്കിയിട്ടാണ് ഇപ്പോൾ 8000 റുപ്യ ഒരു മാസം അവർ തരുന്നുണ്ട്. അതിക്ക് ഡബിൾ ചിലവാണ് ഞങ്ങൾക്ക് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ ഇതിലുള്ള വീടും ഇത് ഇട്ടെറിഞ്ഞ് പോയിട്ട് ഒന്നിനൊരു തീരുമാനമാക്കി തരുന്നില്ല. വലിയ പ്രശ്നമാണ്, വലിയ ബുദ്ധിമുട്ടാണ് ഈ ഒരു മേഖലയിൽ ജീവിക്കുന്നവർ നേരിടുന്നത്. സർക്കാരിൻ്റെ ഒരു അടിയന്തര ഇടപെടൽ ആവശ്യമാണ്. ഇവിടെ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ഇവരുടെ ജീവിതം, ഇവരുടെ വീടുകൾ അത് സുരക്ഷിതമല്ലെങ്കിൽ ഇവർക്ക് ശാശ്വതമായിട്ട് മറ്റെവിടെയെങ്കിലും സുരക്ഷിതമായിടത്ത് അതിനുള്ള സൗകര്യം ഒരുക്കുക. രണ്ടാമതായിട്ട്, ഇത്രയും ദുർബലമായ ഒരിടത്ത് കുത്തനെ ഈ മലയിടിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് ഈ റോഡിന് എപ്പോൾ വേണമെങ്കിലും ഭീഷണിയാവുന്ന തരത്തിൽ ഇടിഞ്ഞു വീണേക്കാം, അപകടമുണ്ടാക്കിയേക്കാം. അശാസ്ത്രീയമായിട്ടാണ് ഇത്തരം നിർമ്മാണങ്ങൾ നടത്തിയിട്ടുള്ളത് എന്ന് ഈ കാഴ്ചകളൊക്കെ തന്നെ തെളിവായിട്ട് പറയുന്നതാണ്. എന്താണെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സാഹചര്യവും അധികൃതർക്ക് മുമ്പിലുണ്ട്. അതുകൊണ്ട് അത്തരം നടപടികൾ സ്വീകരിച്ച് മറ്റൊരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ വേണ്ട നടപടികൾ അധികൃതർ കൈക്കൊള്ളും എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.